എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മേഘയുണ്ടെങ്കിൽ ഒളിച്ചോടി പോയതിന് ശേഷം കുറേയധികം പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും കാരണം എന്നുള്ളത് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. മേഘ എന്തെങ്കിലും ഇനി വീഡിയോ ഒക്കെ ഇടുമോ, അതിലൂടെ കാരണം പറയും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു മേഘയുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അച്ഛൻ്റെ വീടിൻ്റെ മുമ്പിൽ എടുത്ത കുറേയധികം ഫോട്ടോസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ കുറേയധികം പേരുണ്ടെങ്കിൽ അപ്പോൾ മേഘയുണ്ടെങ്കിൽ പോയത് അച്ഛൻ്റെ അടുത്തേക്കാണെന്ന് കുറേയധികം കൂട്ടുകാരും, മറ്റു ചിലരാണെങ്കിൽ ഈ ഒരു കൂടെ പോയ അനൂപ് എന്ന് പറഞ്ഞ ഒരു ബസ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഈ ഒരു മേഘയെ ഉപേക്ഷിച്ചെന്നും ഇപ്പം അച്ഛൻ്റെ കൂടെയാണ് എന്നുള്ള രീതിയിലടക്കം കുറേയധികം വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഉണ്ടെങ്കിൽ ഈ ഒരു മേഘയുടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മേഘ ഇപ്പം എന്തൊക്കെയാണ്, മേഘ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരു മറുപടിയായിട്ട് മേഘ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുവാണ്. ഈ ഒരു പോസ്റ്റിനകത്ത് മേഘ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്കിപ്പം പടർന്നുകൊണ്ടിരിക്കുന്ന കുറേയധികം വാർത്തകളുണ്ടല്ലോ, അതിൻ്റെ സത്യാവസ്ഥയെ മേഘ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പിന്നാലെ മേഘയുടെ മറുപടിക്ക് പിന്നാലെ ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ടോപ്പിക്കിൽ ഇത് മൊത്തമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സംസാരിക്കാം. എല്ലാവരും അറിയുന്ന പോലെ ഇപ്പോൾ ഏകദേശം ഒരാഴ്ച മുമ്പാണ് ഈ ഒരു മേഘ ഒരു ബസ് കണ്ടക്ടറുമായിട്ട് ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറേയധികം കാര്യങ്ങൾ ഈ ഒരു മേഘയെ ചുറ്റിപ്പറ്റി ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. വലിയ എന്തോ കാരണമുണ്ട്, അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് പോലും എന്തുകൊണ്ട് ഒളിച്ചോടിപ്പോയി എന്നുള്ളതിൽ എല്ലാവർക്കും ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മേഘ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്ന ഒരു വീടിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോസ്റ്റ് ഒരു ഫോട്ടോസും കാര്യങ്ങളും ആയിരുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ ക്യാപ്ഷൻ മേഘ തന്നെ ഇട്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ മുമ്പിലാണ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് വന്നതിന് പിന്നാലെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. കുറേയധികം, അതായത് 2-3 തലത്തിലാണ് ഈ ഒരു സംസാരം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്നുണ്ടെങ്കിൽ ഈ ഒരു അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ മേഘയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അഖിലിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത കൂട്ടരെന്ന് പറഞ്ഞാൽ ഈ ഒരു അനൂപ് കൂടെ പോയ ബസ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഈ ഒരു മേഘയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവളെ ഉപേക്ഷിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ കൂടാണ് വന്ന് നിൽക്കുന്നത്. ഇനിയുണ്ടെങ്കിൽ അച്ഛനും ഈ മേഘയുണ്ടെങ്കിൽ അഖിലുമായിട്ട് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം വാർത്തകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായതാണ്, പക്ഷേ ഇതിൽ സത്യങ്ങളോ ഒന്നും തന്നെ ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ മേഘ ഇൻസ്റ്റാഗ്രാമിലിട്ട ആ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ വീടിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ആ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് പിന്നാലെ എന്തുകൊണ്ട് മേഘ ഇതേണക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് എന്തിനാണെന്നുള്ള രീതിയിൽ കുറേയധികം സംസാരം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേണക്ക് മേഘ ഉണ്ടെങ്കിൽ അതുവഴി എന്തോ പോയ സമയത്ത് കയറി ഫോട്ടോ എടുത്ത് അവിടെ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തതാണ് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി, എനിക്ക് അച്ഛനൊന്നും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കുറേയധികം അങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെ മേഘ ഇപ്പം ഒരു മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. സോ അതേ സമയത്ത് തന്നെയാണ് ഈ ഒരു മേഘയുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വോയിസൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ ഒരു വോയിസ് പുറത്ത് വരാൻ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഘയുടെ അച്ഛനെതിരെ അമ്മയുടെ എതിരെയൊക്കെ കുറേയധികം ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ മേഘ ഇതേ കണക്ക് ചെയ്തത് അമ്മയെ കണ്ട് പഠിച്ചിട്ടാണ്. അമ്മ ഇതേ കണക്ക് തന്നെ ഭർത്താവ് ആദ്യമേ കല്യാണം കഴിച്ച ആ ഒരു കുട്ടിയാണ്, അതിലുണ്ടായതാണ് മേഘ. അതിനുശേഷം ഒളിച്ചോടിപ്പോയി വേറൊരാളെ കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടിയുമുണ്ട്. അതേ കണക്ക് തന്നെയാണ് മേഘ ചെയ്തത് എന്നുള്ള രീതി കുറേയധികം ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം സത്യമാണ്, ഈ ഒരു മേഘയുടെ അമ്മയുണ്ടെങ്കിൽ രണ്ടാമത് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിൽ കുട്ടിയുണ്ട് എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ആ ഒരു ഫ്രണ്ട്, ഈ ഒരു മേഘയുടെ അച്ഛൻ്റെ ഫ്രണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇതേ കണക്കൊന്നുമല്ല സംഭവം, ഈ ഒരു മേഘ ജനിച്ചെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പൈസയുള്ള കുടുംബത്തിൽ തന്നെയാണ് എന്നുള്ളതും, പിന്നെ ഒരു മേഘയുടെ അമ്മയുണ്ടെങ്കിൽ ഈ ഒരു ഭർത്താവിനെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതോ ഒന്നും തന്നെയല്ല. ഇവരുണ്ടെങ്കിൽ ഒഫീഷ്യലി ഡിവോഴ്സ് ആയതിന് പിന്നാലെയാണ് വേറൊരു കല്യാണം കഴിക്കുന്നതും, കല്യാണം കഴിച്ചത് അതിലൊരു കുട്ടിയുണ്ട്. അതുപോലെ തന്നെ മേഘയുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു നിന്നിരുന്നത് കുറേ നാളത്തോളം. പക്ഷേ മേഘയ്ക്കുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെയാണ് കുറച്ചും കൂടി അടുപ്പമൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ കുറച്ച് നാൾ നിൽക്കണം, അല്ലെങ്കിൽ ഇനി തൊട്ട് അച്ഛൻ്റെ കൂടെ നിൽക്കുമാണ് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് അച്ഛൻ്റെ കൂടെ നിൽക്കുക. അതിനുശേഷം ഈ ഒരു അച്ഛൻ വേറെ കല്യാണമോ കാര്യങ്ങളൊന്നും കഴിച്ചില്ല എന്നാണ് ആ ഒരു ഫ്രണ്ട് പറഞ്ഞ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മ വേറെ കല്യാണം കഴിച്ചു, അതിൽ കുട്ടിയൊക്കെ ഉണ്ട്. മേഘയും അവരെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അച്ഛനുണ്ടെങ്കിൽ മേഘ എന്ന് പറഞ്ഞ് ജീവിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇത് കണക്ക് കല്യാണം കഴിച്ച് വിടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഇത് കണക്ക് ഒളിച്ചോടി പോയി എന്നറിഞ്ഞ സമയത്ത് ഈ ഒരു അച്ഛനുണ്ടെങ്കിൽ എന്നെയാണ് ആദ്യമേ വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു ഇത് കണക്ക് മേഘയും വേറൊരാളും കൂടി ഒളിച്ചോടി പോയിട്ടുണ്ടോ, നീ എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ആ സമയത്ത് ഒരു അഖിലുണ്ടെങ്കിൽ കേസും കാര്യങ്ങളുമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പോലീസിൻ്റെ മുമ്പിലാണ് കൊണ്ട് ഹാജരാക്കേണ്ടത്. ആ സമയത്ത് തന്നെ ഈ അച്ഛനുണ്ടെങ്കിൽ മാനസികമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു, ശാരീരികമായിട്ടൊക്കെ. കാരണം ഈ ഒരു ടെൻഷൻ കൊണ്ട് തന്നെ. ഇതിന് ശേഷം ഉണ്ടെങ്കിൽ മേഘയും അനൂപിനെയും, ആ ഒരു ബസ് കണ്ടക്ടറിൻ്റെ പേരാണ് അനൂപ് എന്ന് പറയുന്നത്, അവനെ ഉണ്ടെങ്കിൽ ഈ ഒരു ബന്ധു ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൊണ്ട് ചെന്നതിന് ശേഷം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഈ ഒരു അഖിലിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് മേഘ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അഖിലിൻ്റെ കൂടെ പോകാൻ താല്പര്യമില്ല എന്നുള്ളതും, ഞാനുണ്ടെങ്കിൽ അനൂപിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മേഘ ഉണ്ടെങ്കിൽ അനൂപിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നെന്നും, പിന്നെ ഇതിന് ശേഷം 2-3 ദിവസത്തോളം മേഘ അനൂപിൻ്റെ കൂടെ ആയിരുന്നു. ആ സമയത്തൊക്കെ അച്ഛനെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് എനിക്ക് എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, ഞാനതൊക്കെ അച്ഛൻ്റെ അടുത്ത് പറയാം, ഞാനുണ്ടെങ്കിൽ അവിടെ ഹാപ്പി ആയിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു മേഘ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു പറഞ്ഞ് അങ്ങനെ കുറേ പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു അനൂപിൻ്റെ അടുത്ത് അനുവാദം വാങ്ങിച്ചിട്ടാണ് മേഘ അച്ഛനെ വീട്ടിൽ പോയി കാണുന്നതും. അവിടെ വെച്ചാണ് ഈ ഒരു ഫോട്ടോ എടുത്തതെന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു ഈ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരെ കുടുംബ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നും, ഈ ഒരു മേഘ പറഞ്ഞത് ഈ ഒരു അഖിലുണ്ടെങ്കിൽ അഖിലിൻ്റെ അച്ഛൻ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. ഈ ഒരു മേഘ അവിടെ നിൽക്കുന്ന സമയത്ത് ഫുള്ള് ഈ ഒരു അച്ഛൻ്റെ ഭരണവും കാര്യങ്ങളൊന്നും മേഘയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുണ്ടെങ്കിൽ അഖിലിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നമുക്ക് വേറെ വീടെടുത്ത് മാറാം എന്നുള്ള രീതിയിൽ മേഘ പറഞ്ഞിട്ടും അഖിൽ കേട്ടില്ല. അഖിലുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കത്തുള്ളൂ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കത്തുള്ളൂ, നീ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ നിന്നെ അവിടെ ഹോസ്റ്റലാക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് ഞാനുണ്ടെങ്കിൽ ഇതേ കണക്കൊരു തീരുമാനം എടുത്തതെന്നുള്ള രീതിയിൽ മേഘ ഈ ഒരു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു കുടുംബ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു അച്ഛൻ്റെ ഭാഗത്ത്, ഈ ഒരു അഖിലിൻ്റെ അച്ഛൻ്റെ ഭാഗത്താണ് കുറച്ചും കൂടി തെറ്റ് എന്നുള്ള രീതിയിൽ കൂടി ഈ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഫ്രണ്ട് ഇത് മാത്രം പറഞ്ഞിട്ടുണ്ട്, കൂടെ തന്നെ നമ്മൾ ഇവരെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ കുറേ അധികം കൂടി ഈ ഒരു മേഘ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അഖിലിൻ്റെ അച്ഛന് അങ്ങനത്തെ ഉള്ള സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ഇതേ കണക്ക് ഭയങ്കര സ്ട്രിക്റ്റോ, അച്ഛൻ പറയുന്ന മാത്രമേ കേൾക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് മേഘയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതെന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാതെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് പോലും അഖിലുണ്ടെങ്കിൽ എവിടെ വീഡിയോ ഒന്നും ഈ ഒരു മേഘയ്ക്കെതിരെ ഇട്ടിട്ടില്ല, അതിൻ്റെ കാരണം ഇതൊക്കെയാണ് എന്നുള്ള രീതിയിൽ മേഘയെ ന്യായീകരിച്ചുണ്ടെങ്കിൽ ഈ ഒരു കുടുംബ ഫ്രണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ഇത് മൊത്തത്തിൽ ഈ ഒരു ഫ്രണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരെ കുടുംബ ഫ്രണ്ട് വന്ന് ഇതേണൊക്കെ പറഞ്ഞ സമയത്ത് കുറേയധികം ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഫ്രണ്ടിനെതിരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഘ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞാൻ ഈ ഒരു ബന്ധത്തിൽ അൺഹാപ്പി ആണെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള രീതിയിൽ. അങ്ങനെ അൺഹാപ്പി ആയിട്ടുള്ള ഒരു ബന്ധമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് തന്നെ എന്താണ് അതിന് ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരു കല്യാണം കഴിക്കുക എന്നുള്ളതായിരുന്നല്ലോ ചെയ്യേണ്ടത്. അതിന് പകരം ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതം മൊത്തം തകർത്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു വേറൊരുത്തൻ്റെ കൂടെ രാത്രി ഒളിച്ചോടിയത് ശരിയാണോ എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ളത്. ഇനി എത്രയൊക്കെ മേഘയെ ന്യായീകരിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ പോലും മേഘ ചെയ്ത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, ഡിവോഴ്സ് ചെയ്തിട്ട് തന്നെയായിരുന്നു വേറെ കല്യാണത്തിലേക്കൊക്കെ പോകേണ്ടത്. അതിന് പകരം ഉണ്ടെങ്കിൽ രാത്രി ഉണ്ടെങ്കിൽ വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്ന ഈ ഒരു CCTV ഫുട്ടേജും വെളിയിൽ വരുന്ന സമയത്ത് ഈ ഒരു അഖിലിന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അഖിലുണ്ടെങ്കിൽ സാധാരണ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അടുത്ത നാട്ടുകാരെ അറിഞ്ഞാൽ പോലും ഭയങ്കര വിഷമം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കണം, അഖിലൊരു ആക്ടർ കൂടിയാണ്, അതിൻ്റെ മുമ്പേ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കണ്ടൻറ് ക്രിയേഷനൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അത്രയ്ക്ക് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് കേരളത്തിലെ മൊത്തത്തിൽ. ഈ ഒരു വിഷയം സംഭവിച്ചതിന് പിന്നാലെ, ഈ ഒരു CCTV ഫുട്ടേജ് വെളിയിൽ വന്നതിന് പിന്നാലെ ഈ ഒരു അഖിലിൻ്റെ കാര്യങ്ങൾ ഇന്ത്യയിൽ മൊത്തത്തിൽ അറിഞ്ഞു. പല സംസ്ഥാനങ്ങളും നോക്കിക്കഴിഞ്ഞ് ഇതിനെപ്പറ്റി ആൾക്കാർ വീഡിയോസ് വരെ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് അഖിലിൻ്റെ പേര്, അഖിലിൻ്റെ ആ ഒരു ഇമേജ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോഴത്തേന് ഇതുപോലെ ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം നിങ്ങളുണ്ടെങ്കിൽ ഈ ഒരു കുടുംബത്തെയൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ
നിയമപരമായിട്ട് വേർപിരിയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ കുറേയധികം പേര് കമൻ്റ് ഇടുന്ന കണ്ടായിരുന്നു, ഈ ഒരു നിയമപരമായിട്ട് വേർപിരിയാൻ വേണ്ടി കുറേയധികം സമയം എടുക്കും എന്നുള്ള രീതിയിലൊക്കെ. എന്നിട്ട് കുറേയധികം സമയം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒളിച്ചോടി കഴിഞ്ഞപ്പം ഡിവോഴ്സ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് കിട്ടുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കുറേയധികം പേർക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മ്യൂച്വലി ഉണ്ടെങ്കിൽ ഇതേണക്ക് കോടതിയിൽ പോയി അപ്പീൽ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഡിവോഴ്സിന് വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒളിച്ചോടുന്നതിനേക്കാൾ അതായിരുന്നു ഈസി. അപ്പോൾ ഈ മേഘ ഇത് പറഞ്ഞ് ന്യായീകരിക്കുന്ന കാര്യങ്ങൾ മെയിനായിട്ട് നിർത്തുക. അത് അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആര് വന്ന് എന്ത് ന്യായീകരണം പറഞ്ഞാൽ പോലും തെറ്റ് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്നതിനോട് എതിർപ്പുള്ളവരൊക്കെ ഉണ്ടാകും, പക്ഷേ എനിക്കതിൽ കാര്യമില്ല. ഞാൻ പറയുകയാണ് അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിൽ എനിക്കൊരു ഡൗട്ടും തോന്നുന്നില്ല. പിന്നെ അടുത്ത കാര്യം, ഈ ഒരു ഫ്രണ്ട് പറഞ്ഞ ഈ ഒരു അഖിലിൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഭയങ്കര കൺട്രോളിങ് ആണ് എന്നുള്ള രീതിയിൽ. അച്ഛൻ കൺട്രോളിങ് ആണ് എന്നുള്ളത് ഈ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. അത് എന്തുമാത്രം സത്യമാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. കാരണം ഇപ്പം ഈ ഒരു കുടുംബ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ മാക്സിമം മേഘയെ വെളുപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കത്തുള്ളൂ. ഒരിക്കൽ പോലും കുറ്റമോ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കത്തില്ല. അപ്പം മാക്സിമം വെളുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയത്തില്ല എന്തായാലും അച്ഛൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, അങ്ങനെയൊക്കെ കൺട്രോളിങ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് അഖിലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അഖിൽ കേട്ടില്ല എന്നുള്ളത്. അതെന്തായാലും അഖിലിൻ്റെ ഭാഗം കേൾക്കാതൊന്നും നമുക്കതിൽ അച്ഛനെ പറ്റിയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഇൻ കേസ് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കുടുംബക്കാരെ വിളിച്ചിരുത്തി ഇത് സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് മേഘ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കുറേയധികം കാര്യങ്ങൾ ഈ ഒരു മേഘയുടെ അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ കുറച്ച് മേഘയെ ആൾക്കാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കുറേയധികം കാര്യങ്ങൾ ഈ അഖിലിനെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മേഘയുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പം മേഘയെ ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. എന്തായാലും ഈ ഒരു ഫ്രണ്ടിൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ പുറത്ത് വന്നതിന് ശേഷം ഇതുപോലെ കുറേയധികം ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ മേഘയുണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ്റെ കൂടെ തന്നെ ആണല്ലോ, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അഖിലുമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് അനൂപിനെ കൊണ്ട് കെട്ടിക്കുമോ എന്നുള്ള രീതിയിൽ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഈ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ, ഈ ഒരു മേഘയുടെ അച്ഛനുണ്ടെങ്കിൽ ഇതുവരെ അനൂപിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ മേഘയുണ്ടെങ്കിൽ അഖിൽ എന്നാടിയുടെ കൂടെ പോകാൻ താല്പര്യമൊന്നുമില്ല, അഖിലിനാണെങ്കിൽ ഇനി മേഘ വേണ്ട എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും അഖിലിലൂടെ എന്തായാലും മേഘ പോകത്തില്ല എന്നുള്ളത് ഉറപ്പിച്ചതാണ്. അത് പോലീസ് സ്റ്റേഷനിൽ മേഘ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഖിലും വേണ്ട എന്നുള്ള തീരുമാനമാണ് എടുത്തേക്കുന്നത്. എന്തായാലും അഖിലിൻ്റെ ഏതൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞെന്നുള്ളതാണ്, അവൾ പോയത് പോകട്ട്, ഇനിയുണ്ടെങ്കിൽ അതിനെപ്പറ്റി നോക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് വീഡിയോസൊക്കെ പിന്നെയും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ മേഘയുണ്ടെങ്കിൽ അഖിലിൻ്റെ കൂടെ പോകത്തൊന്നുമില്ല, ഡിവോഴ്സ് ചെയ്തിട്ട് മാക്സിമം അനൂപിനെ കല്യാണം കഴിക്കാനുള്ളതാണ് നോക്കുന്നതെന്നാണ് മാക്സിമം ചാൻസ് ഉള്ളത്. സോ അതായിരിക്കും ഏറ്റവും കൂടുതൽ നടക്കാൻ പോകുന്നത്. പക്ഷേ ഇവരെ കുടുംബ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഈ ഒരു മേഘയുടെ അച്ഛൻ ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് പെട്ടെന്ന് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്തെന്നൊക്കെ പറഞ്ഞാൽ ഇതേ കണക്ക് മോളെ കല്യാണം അയച്ചു കഴിഞ്ഞതിന് ശേഷം ഇതേ കണക്ക് വേറൊരു വ്യക്തിയടുത്ത് രാത്രിയിൽ ഒളിച്ചോടി പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട് മൊത്തം പാട്ടാവുകയും എന്തൊക്കെ ഇപ്പം അൺഹാപ്പി എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതേ കണക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇപ്പം കല്യാണം ഇനി കഴിപ്പിച്ച് കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇതാണ് ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ഈ കാര്യങ്ങളൊക്കെ നടന്നതിന് പിന്നാലെയാണ് ഇപ്പം മേഘ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രതികരണമായിട്ട് വന്നേക്കുന്നത്. ഈ ഒരു പ്രതികരണം വന്നതിന് ശേഷം മേഘയ്ക്കെതിരെ ഈ മേഘ പറഞ്ഞതിനോട് എതിർത്ത ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും എൻ്റെ അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. മേഘയുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പോസ്റ്റ് ഡിലീറ്റൊക്കെ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അച്ഛൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് പിന്നാലെ കുറേയധികം പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം മേഘ ഇതേ കണക്ക് കുറേയധികം പേര് പറയുന്ന കണക്ക് പോകുന്ന വഴിയാണോ കയറി ഫോട്ടോ എടുത്തെന്നുള്ളൊരു ആൾക്കാർക്ക് കുറേ ചിന്തയുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഫ്രണ്ട് ഇതേ കണക്ക് പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാവും അച്ഛൻ്റെ കൂടെ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ മറുപടിയായിട്ട് മേഘ പറഞ്ഞൊരു കാര്യം, കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കാര്യം മേഘ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേ കണക്ക് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തന്നെ ആണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ആ സമയത്തുണ്ടെങ്കിൽ ഞാൻ എടുത്ത ഫോട്ടോസാണ് എന്നുള്ള രീതിയിലാണ് മേഘ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം മനസ്സിലാവും പോയി ജസ്റ്റ് ആരും കാണാതെ ഫോട്ടോ എടുത്തിട്ടൊന്നും വന്നതല്ല, അച്ഛനെ കാണാൻ വേണ്ടി തന്നെ പോയതാണെന്ന് മേഘ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന് ശേഷം ഉണ്ടെങ്കിൽ മേഘ പറഞ്ഞൊരു കാര്യം,
കുറേയധികം വാർത്തകളൊക്കെ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു എന്നെ പറ്റിയൊക്കെ. അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് പറയണം എന്നുണ്ട്. ഞാനുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് പോയേക്കുന്നത്. അല്ലാതുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്നെ കളഞ്ഞതോ അങ്ങനെയൊന്നും വന്ന് ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നതല്ല. ഞാനുണ്ടെങ്കിൽ കുറച്ച് ദിവസം എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കാൻ വന്നതാണ്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചെൻ്റെ അനൂപിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പോയത് എന്നുള്ളൊരു കാര്യം കൂടി മേഘ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. സോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഘയുണ്ടെങ്കിൽ അനൂപ് കാര്യം കഴിഞ്ഞപ്പോഴത്തേന് കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഈ ഒരു മേഘ ആ ഒരു പോസ്റ്റിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു. ആ സമയത്ത് എടുത്ത ഫോട്ടോസാണ്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് എൻ്റെ അനൂപേട്ടൻ്റെ അടുത്ത് എന്നെ പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഈ ഒരു മേഘ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ ജീവിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റേ വ്യക്തിയെക്കുറിച്ചൊക്കെ കുറേയധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഒരു വ്യക്തിയെ വിട്ടിറങ്ങാൻ വേണ്ടി കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാനോ താല്പര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മ്യൂച്വലായിട്ട് തന്നെ തീരുമാനിച്ചതാണ്, ഞങ്ങളെപ്പറ്റി ഒരു കുറ്റമോ കാര്യങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയയിലോ ഒന്നും തന്നെ വന്ന് പറയത്തില്ല എന്നുള്ളത്. ഞങ്ങളത് വളരെ മ്യൂച്വലായിട്ട് എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതിനെക്കുറിച്ച് ഇനി സംസാരിക്കത്തില്ല എന്നുള്ള രീതിയിലും മേഘ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ആൾക്കാർക്ക് പറയേണ്ടവർക്കെല്ലാം പറയാം, ഞാനുണ്ടെങ്കിൽ ഇതേ കണക്ക് ഇതിനെക്കുറിച്ച് ഇനി ഒന്നും സംസാരിക്കത്തില്ല എന്നുള്ള രീതിയിൽ കൂടി മേഘ ആ ഒരു പോസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ കുറേയധികം പേര് ഈ ഒരു പോസ്റ്റിന് റിയാക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ, മേഘ പറഞ്ഞ കുറേയധികം കാര്യങ്ങളോട് നമുക്ക് അത്ര യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു മ്യൂച്വലായിട്ട് തന്നെ ഇവരുണ്ടെങ്കിൽ തീരുമാനിച്ചതാണ്, അതായത് ഒപ്പിട്ടൊക്കെ കൊടുത്തതാണ്. ഇനി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളോ കാര്യങ്ങളൊന്നും പറയത്തില്ല, ഞങ്ങളതെല്ലാം തീരുമാനിച്ച് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെ പറ്റുമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഈ ഒളിച്ചോടുന്നതിന് മുമ്പേ ഇത് തന്നെ ചെയ്തുകൂടായിരുന്നോ എന്നുള്ള രീതിയിലാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു അഖിലിൻ്റെ അടുത്ത് തന്നെ പറയാം, നിങ്ങളുടെ അച്ഛൻ്റെ ആ ഒരു പ്രശ്നമാണെന്നാണ് ഈ ഒരു ഫ്രണ്ട് പറയുന്നത്. എന്തായാലും മേഘ ആ ഒരു കാര്യമൊന്നും പറയുന്നില്ല. എന്തായാലും ആ ഒരു വിഷയം വെച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ പറയണേ, ഇപ്പം മേഘ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കുണ്ടെങ്കിൽ ഈ ഒരു വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, നമുക്ക് വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ മാറി താമസിക്കാം, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ ഞാനുണ്ടെങ്കിൽ എനിക്ക് ഡിവോഴ്സുമായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ള ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് മേഘയ്ക്ക് പറയാമായിരുന്നു. പക്ഷെ അത് മേഘ ചെയ്തിട്ടില്ല. അങ്ങനെ വീട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് ഈ ഒരു അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വേണമെങ്കിൽ ഈ ഒരു അഖിലിനെ ഫോഴ്സ് ചെയ്ത് വേറെ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അതൊന്നും നടന്നിട്ടുമില്ല. അതിനുള്ള ശ്രമം പോലും ഈ ഒരു മേഘ നടത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ നടന്നതിന് ശേഷം അവസാനം എന്ത് ചെയ്യുന്നു, മേഘ ഇതൊന്നും ചെയ്യാതെ നേരെ ഒളിച്ചോടി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രിയിൽ. അതും ഈ ഒരു ഒളിച്ചോട്ടം ഇപ്പോൾ എല്ലായിടത്തും മൊത്തം ഇന്ത്യയിൽ മൊത്തം ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ് സംസാരിച്ചത് തീർക്കാവുന്ന പ്രശ്നമായിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോ ഇത്രയും വൈറലാവുകയോ ആ ഒരു പയ്യൻ്റെ ജീവിതം, ഇപ്പം നിങ്ങളുടെ ആ ഒരു മേഘയുടെ ജീവിതം തന്നെ ഇത്രയും ബുദ്ധിമുട്ടാവത്തില്ലായിരുന്നു. നിങ്ങൾക്കൊണ്ട് കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഇത്രയും നാണക്കേട് ഉണ്ടാവത്തില്ലായിരുന്നു. നിങ്ങൾക്കുണ്ടെങ്കിൽ മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് തീർത്ത് പോകാവുന്നേ ഉള്ളായിരുന്നു. ഇപ്പം ഈ ഒരു അനൂപ് എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുക എന്നുള്ളത് ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. ഡിവോഴ്സ് ചെയ്യുക, മ്യൂച്വലി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോഴത്തേന് നിങ്ങൾക്ക് അതുവഴി ആ കാര്യങ്ങൾ ചെയ്തിട്ട് ഡിവോഴ്സ് ചെയ്യുക. ഡിവോഴ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനൂപിനെ കല്യാണം കഴിക്കുക, ആരും ഒന്നും വന്ന് ചോദിക്കുക, ഇത്രയും വലിയ സംസാരമൊന്നും ആവത്തില്ലായിരുന്നു. എല്ലാവരും അപ്പം ചിന്തിക്കുന്ന ഒരു കാര്യം, അയ്യോ ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ളൊരു കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തുള്ള നാണക്കേടൊന്നും ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നു. അതിന് പകരം നിങ്ങൾ ചെയ്തത് ഇതേ കണക്ക് ഒളിച്ചോടി പോവാണ് എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒളിച്ചോട്ടം ഫുള്ളായിട്ട് എല്ലാവരും അറിഞ്ഞു എന്നുള്ളതാണ്. അതുവഴി 2 കുടുംബം നാറി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഭാവിയിൽ നിങ്ങൾക്കിപ്പം അനൂപിനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോവുകയാണെങ്കിൽ ആ കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ അവർ സമൂഹത്തിൽ ഇതൊക്കെ അറിയത്തില്ല. അപ്പോൾ എന്തുമാത്രം വിഷമം ഉണ്ടാവും. അതൊന്നും എന്തുകൊണ്ട് മേഘ ചിന്തിക്കുന്നില്ല എന്നുള്ള രീതിയൊക്കെ ഞാൻ ആലോചിച്ചു. അതുപോലെ തന്നെ ഒരു കുടുംബക്കാരുടെ കാര്യം, അവരുടെ കാര്യവും ഭയങ്കര മോശമാണ്. ഇത്രയൊക്കെ നാണക്കേട് ഉണ്ടാക്കി വെക്കും. ഇനി അഖിലിനാണെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ വഴി കണ്ടൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തുള്ള ചോദ്യങ്ങൾ ഇനി
ഭാവിയിലുണ്ടെങ്കിൽ പല വട്ടം ഈ ഒരു അഖിൽ കേൾക്കേണ്ടതായിട്ട് വരും, ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ. ഇനി ഒരു കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ പോലും അഖിലിന് എന്തുമാത്രം ആ കുട്ടിയെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും എപ്പോഴും തിങ്കിങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്തു വെച്ചത് മേഘ ഇതുപോലെ ചിന്തിക്കാതെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ മേഘയ്ക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങ് ഊരിപ്പോകാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാവരും മേഘയുടെ കൂടെ നിൽക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. മേഘയുടെ ഭാഗത്ത് തെറ്റുണ്ട്. അത് ഇനി ആര് വന്ന് സപ്പോർട്ട് ചെയ്താലും തെറ്റെന്ന് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ആ ജീവിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങിച്ച് പോകാമെന്നേ ഉള്ളായിരുന്നു. അതൊന്നും ചെയ്യാതെ കുടുംബക്കാരെയൊക്കെ മൊത്തം നാറ്റിച്ച് ഇനി ഭാവിയിൽ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു അനൂപമായിട്ട് അവർ ആ കുട്ടിക്കും ഈ ഒരു സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരത്തില്ലേ? അതൊന്നും മേഘ എന്തുകൊണ്ട് ചിന്തിച്ചില്ലെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു സാധാരണ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ ഇതൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ. എന്തായാലും മേഘയ്ക്ക് അത് ചെയ്യായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, മേഘ ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റിൽ ഇട്ട് ഇതേ കണക്ക് ഞാനുണ്ടെങ്കിൽ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ സമയത്ത് മേഘയ്ക്ക് കാണും ഭയങ്കര മാസമായിട്ടുള്ള എന്തോ സംഭവമാണെന്ന്. പക്ഷേ അതൊന്നും അത്ര മാസമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതേ കണക്ക് ആൾക്കാർ ആ ഒരു കമൻറ്റ് ബോക്സിലടക്കം ഈ ഒരു മേഘയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കളഞ്ഞിട്ട് പോകാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കാനാണെങ്കിൽ മാന്യമായിട്ട് വഴി തിരഞ്ഞെടുത്ത് അതിന് ശ്രമിക്കാമായിരുന്നു. അതിന് പകരം ഉണ്ടെങ്കിൽ മറ്റൊരു കുടുംബത്തെയും മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടല്ല പോകേണ്ടത്. പിന്നെ ഉണ്ടെങ്കിൽ മേഘ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് ഞങ്ങളുണ്ടെങ്കിൽ മ്യൂച്വലായിട്ട് ഇതിനെക്കുറിച്ച് പറയേണ്ട എന്നുള്ള ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പിരിഞ്ഞൂടെ എന്നുള്ളതാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതിന് മേഘയ്ക്ക് എന്താണ് മറുപടി എന്നുള്ളത് അറിയത്തില്ല. ഇനി മറുപടിയൊന്നും പറയത്തില്ലെന്നാണ് മേഘ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മേഘ ഇതേ കണക്കൊരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഞാനും മേഘയെ സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കത്തില്ല എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ മേഘയെ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് വിശ്വസിക്കുന്നുണ്ടോ അതോ മേഘയ്ക്കെതിരെയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതിനോട് യോജിക്കാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കും എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. എല്ലാം മാന്യമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്.